തുടക്കം കുറിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾക്ക് കൂടുതലായി ശ്രദ്ധിക്കാൻ കഴിയുന്നത് സർവീസ് മേഖലയാണ്. എന്ന് വെച്ചാൽ IT, ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളാണ്. ഇവിടുത്തെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി ധനകാര്യമന്ത്രി ആയിരുന്നല്ലോ. അദ്ദേഹം പറയണം, കേരളത്തിൽ എത്ര IT പാർക്കുകൾ പുതുതായി വന്നു. സ്മാർട്ട് സിറ്റി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ്. ആ സ്മാർട്ട് സിറ്റിയിൽ ഇപ്പോഴും സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു. വിദേശത്തുള്ള കമ്പനികൾക്ക് വേണമെങ്കിൽ വരാം. പക്ഷേ മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് പോലും കൂടിയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മുടെ ചെറുപ്പക്കാർ നാട് വിടുന്നു. നമ്മുടെ ചെറുപ്പക്കാർ കേരളത്തിൽ പഠിക്കുന്നില്ല, എല്ലാവരും വിദേശത്ത് പഠിക്കുന്നു. പലരും തിരിച്ചു വരുന്നില്ല. കേരളം ഏതാണ്ട് ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു. കണക്കനുസരിച്ച് 2036 ആകുമ്പോഴത്തേക്ക് കേരളം ഏതാണ്ട് 30% ആളുകൾ 50 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാട് വിടുന്നു. എന്താ കാരണം? ഇവിടുത്തെ കോളേജുകളിൽ ഇപ്പൊ പഠിക്കാൻ കുട്ടികളില്ല. കോളേജിലെ സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് പഠിച്ചാൽ ജോലി കിട്ടുന്ന സാഹചര്യമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കണം? ഒരു ഏജൻസി മാത്രം ഒരു ദിവസം 7000 പേരെയാണ് കാനഡയിലേക്ക് അയക്കുന്നത്. കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് 6 മാസം സൂര്യപ്രകാശമില്ലാത്ത രാജ്യമാണ്. കണ്ടിന്യൂവേറി തണുപ്പാണ്. അവിടെ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ എത്ര ദുരിതപൂർണമാണ്. എന്നിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ജർമ്മനിയിലേക്ക്, UK-യിലേക്ക്, അയർലൻഡിലേക്ക്, കാനഡയിലേക്ക്